ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് കേരളത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരം. സമഗ്ര ശിക്ഷ കേരളത്തിനും സംസ്ഥാന സർക്കാരിനും ആദ്യ ഗഡു കേന്ദ്ര ഫണ്ട് ലഭിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. ആനന്ദ് മാതൃക ക്ഷീര സഹകരണ സംഘങ്ങളുടെ പുതിയ നിയമാവലി മന്ത്രി ജെ ചിഞ്ചുറാണി ഇന്ന് പ്രകാശനം ചെയ്യും. തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. ജാഗ്രത ശക്തം. ICC പെരുമാറ്റച്ചട്ടം ലംഘിച്ച പാകിസ്ഥാൻ പേസർ ഹാരിസ് റൌഫിനെ 2 മത്സരങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വാർത്തകൾ വിശദമായി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി എന്യൂമറേഷൻ ഫോം വിതരണത്തിന് ഇന്നലെ തുടക്കമായി. കേരളത്തിൽ ഇന്നലെ രാത്രി 8 മണിവരെയുള്ള കണക്കുപ്രകാരം 2,07,528 പേർക്കാണ് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തത്. ഡിസംബർ 9 കരട് വോട്ടർ പട്ടികയും 2026 ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കും. രണ്ടാംഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് കേരളത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കും. ഇന്ന് വൈകിട്ട് 4:30 ഓൺലൈനായാണ് യോഗം. ലക്ഷദ്വീപിലും തീവ്ര വോട്ടർ പട്ടികയുടെ പരിഷ്കരണ പ്രക്രിയകൾ ആരംഭിച്ചു. 57,813 വോട്ടർമാർക്കായി ആകെ 1,15,626 എന്യൂമറേഷൻ ഫോമുകൾ അച്ചടിച്ച് 10 ദ്വീപുകളിലായി വിതരണം ചെയ്തു. 55 ബൂത്ത് ലെവൽ ഓഫീസർമാരെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരം. കഴിഞ്ഞ മാസം 25 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത അർഹരായവർക്കാണ് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. സിറോ മലബാർ സഭയുടെ തലവനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, ആർച്ച് ബിഷപ്പ് ഡോക്ടർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. അങ്കണവാടികളിൽ നിന്ന് വിരമിച്ചവരുടെ പെൻഷനും ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിന് 20 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി ബോർഡിനാണ് സഹായം അനുവദിച്ചത്. വിരമിച്ചവരുടെ പെൻഷൻ, വിരമിക്കൽ ആനുകൂല്യം, വിരമിച്ചവരുടെ മരണാനുകൂല്യം തുടങ്ങിയവയ്ക്കായാണ് സഹായം ആവശ്യപ്പെട്ടത്. ആനന്ദ് മാതൃക ക്ഷീര സഹകരണ സംഘങ്ങളുടെ പുതിയ നിയമാവലി മന്ത്രി ജെ ചിഞ്ചുറാണി ഇന്ന് പ്രകാശനം ചെയ്യും. 1980കളിൽ തയ്യാറാക്കിയ നിയമാവലിയാണ് കേരള സഹകരണ നിയമത്തിനും ചട്ടങ്ങൾക്കും വന്ന കാലാനുസൃത മാറ്റങ്ങൾ ഉൾപ്പെടുത്തി ക്ഷീരവികസന വകുപ്പ് പുതുക്കിയത്. നിലവിൽ കേരളത്തിൽ 3,264 ആനന്ദ് മാതൃക ക്ഷീര സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. 2 വർഷത്തിനു ശേഷം സമഗ്ര ശിക്ഷ കേരളത്തിനും സംസ്ഥാന സർക്കാരിനും ആദ്യ ഗഡു കേന്ദ്ര ഫണ്ട് ലഭിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. അനുമതി നൽകിയ 109 കോടിയിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി 92.41 കോടി രൂപയാണ് ഇന്നലെ അനുവദിച്ചതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിനും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും അർഹമായ വിഹിതമായ ആദ്യ ഗഡു കേന്ദ്ര ഫണ്ട് ലഭിച്ചിരിക്കുകയാണ്. അനുമതി നൽകിയ 109 കോടിയിൽ 92.41 കോടി രൂപയാണ് ഇന്നലെ അനുവദിച്ചത്. നമുക്ക് SSKക്ക് കിട്ടേണ്ട കുടിശ്ശിക അടക്കമുള്ള കാശ് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. 10-ാം തീയതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ ഞാൻ നേരിൽ കാണുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കേസിൽ കേരളത്തിനുള്ള സമഗ്ര ശിക്ഷാ ഫണ്ട് ഉടൻ അനുവദിക്കുമെന്നാണ് കരുതുന്നതെന്നും മന്ത്രി പറഞ്ഞു. ശബരിമലയിലെ പൂജകൾ ഭക്തർക്ക് ഓൺലൈനിലൂടെ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. സന്നിധാനത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഓൺലൈൻ അക്കോമഡേഷൻ ബുക്കിംഗും ഇന്ന് ആരംഭിക്കും. www.onlinetdb.com എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ് ലഭ്യമാവുക. ശബരിമല കട്ടിളപ്പാളി കേസിലെ കൂടുതൽ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് പരിശോധന നടത്തുന്നു. CIയുടെ നേതൃത്വത്തിലുള്ള 7-അംഗ SIT സംഘമാണ് സന്നിധാനത്ത് എത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്.
ആറ്റിങ്ങൽ സ്വദേശിയായ 58 വയസ്സുകാരനാണ് ഇന്ന് രാവിലെ മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞയാഴ്ച ചിറയൻകീഴ് സ്വദേശിയായ 77 വയസ്സുകാരിയും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരുന്നു. പാലക്കാട് ജില്ലയിൽ രണ്ടാം വിള നെൽകൃഷിയുടെ നടിയിൽ തുടങ്ങിയിട്ടും ഒന്നാം വിള നെല്ല് സംഭരണം പൂർണ്ണതോതിൽ ആരംഭിക്കാത്തതിന്റെ ആശങ്കയിലാണ് കർഷകർ. നെല്ല് സംഭരണത്തിൽ നിന്ന് ഭൂരിഭാഗം മില്ലുടമകളും പിന്മാറിയ സാഹചര്യത്തിൽ അടിയന്തര നടപടി ചർച്ച ചെയ്യാൻ ഇന്ന് മന്ത്രിതല യോഗം ചേരുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ജില്ലയിലെ രണ്ടാം വിള നെൽകൃഷി പൂർണ്ണമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത്. ഇതനുസരിച്ചുള്ള കലണ്ടർ പ്രകാരം ജില്ലയിലെ രണ്ടാം വിള നടിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോഴും ഒന്നാം വിള നെല്ല് സംഭരണം നടക്കാത്തതിന്റെ പ്രതിസന്ധിയിലാണ് കർഷകർ. രണ്ടാം വിള കൃഷിച്ചെലവിനായുള്ള നെട്ടോട്ടത്തിലാണ് ജില്ലയിലെ കർഷകരുള്ളത്. ഞാറ്റടി തയ്യാറാക്കിയതിന്റെ കൂലി പോലും ഇതുവരെ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. അതേസമയം ആവശ്യങ്ങൾ അംഗീകരിക്കാതെ നെല്ല് സംഭരണവുമായി സഹകരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മില്ലുടമകൾ. ഈ സാഹചര്യത്തിലാണ് ഇന്ന് മന്ത്രിതല യോഗം നടക്കുന്നത്. BJP സംഘടിപ്പിക്കുന്ന വികസിത അനന്തപുരി സന്ദേശ പദയാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. നേമമണ്ഡലത്തിൽ ഇന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന പദയാത്ര കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലയിലെ ജലലഭ്യതയും ജല ഉപയോഗവും സംബന്ധിച്ച വിശദ വിവരങ്ങൾ അടങ്ങിയ ജല ബജറ്റ് പ്രകാശനം ചെയ്തു. ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതിനകം ജല ബജറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജില്ലയിലെ ജലലഭ്യതയും ജലവിനിയോഗവും അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന ആധികാരിക രേഖയാണ് ജലബജറ്റ്. ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളുടെ വിവരങ്ങളും ജലഗുണനിലവാര വിശദാംശങ്ങളും ഉൾപ്പെടുത്തി ജില്ലാ ജലബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഓരോ പ്രദേശത്തും ഒരു ചെറു കാലയളവിൽ പെയ്തു കിട്ടുന്ന മഴയുടെ ലഭ്യതയും വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ട ജലത്തിന്റെ അളവും താരതമ്യം ചെയ്യുകയും ജലം മിച്ചമാണോ ജലം കമ്മിയാണോ അനുഭവപ്പെടുന്നത് എന്ന് കണ്ടെത്തുകയും ചെയ്യും. ഇന്ത്യക്കെതിരായ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ICC പെരുമാറ്റച്ചട്ടം ലംഘിച്ച പാകിസ്ഥാൻ പേസർ ഹാരിസ് റൌഫിനെ 2 മത്സരങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന മത്സരങ്ങളിൽ റൌഫിന് കളിക്കാനാകില്ല. ഇന്ന് ഗുരു നാനാക്ക് ജയന്തി. സിഖ് ഗുരുവും സിഖ് മത സ്ഥാപകനുമായ ഗുരു നാനാക്കിന്റെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എല്ലാ പൌരന്മാർക്കും ആശംസ നേർന്നു. ഗുരു നാനാക്ക് ദേവിന്റെ ആദർശങ്ങളും മൂല്യങ്ങളും എല്ലാവരെയും പ്രചോദിപ്പിക്കുകയും മെച്ചപ്പെട്ട ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നുവെന്ന് ശ്രീമതി മുർമു സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. കോഴിക്കോട് താമരശ്ശേരിയിൽ അറവു മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കുന്നതിനായി സമരക്കാരെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കാനുള്ളവരെ നിശ്ചയിക്കാൻ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. പ്ലാന്റിലെ പ്രതിദിന മാലിന്യ സംസ്കരണം 25 ടണ്ണിൽ നിന്ന് 20 ടണ്ണായി കുറയ്ക്കാൻ ഫെസിലിറ്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചിരുന്നു. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെ പ്രവർത്തനം നിർത്തിവെക്കാനും പഴകിയ മാലിന്യങ്ങൾ പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്നത് നിർത്താനും യോഗം തീരുമാനിച്ചു. മലിനീകരണ നിയന്ത്രണ ബോർഡ്, ശുചിത്വ മിഷൻ തുടങ്ങിയ സർക്കാർ ഏജൻസികൾ പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ കർശനമായി നിരീക്ഷിക്കുമെന്നും കളക്ടർ അറിയിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെയും മേര യുവഭാരത് മുഖേനയും സംഘടിപ്പിക്കുന്ന 17ാമത് ട്രൈബൽ യുവ എക്സ്ചേഞ്ച് പ്രോഗ്രാം ഇന്നു മുതൽ ഈ മാസം 11 വരെ കോഴിക്കോട് നടക്കും. ഗോത്രപ്രദേശങ്ങളിലെ യുവജനങ്ങളെ പരിചയപ്പെടുത്താനും ഭരണ സംവിധാനങ്ങളുമായി സംവദിക്കാനും ദേശീയ ഐക്യബോധം വികസന മാതൃകകൾ വളർത്താനും ലക്ഷ്യമിട്ടാണ് പരിപാടി. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നാളെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർവഹിക്കും. ഇന്ന് ലോക സുനാമി ബോധവൽക്കരണ ദിനം. ലോകമെമ്പാടുമുള്ള ദശലക്ഷങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ വിനാശകാരിയായ സുനാമി ദുരന്തമാണ് അവബോധത്തിലൂടെ നേരിടുന്നത്. ബി സുനാമി റെഡി, ഇൻവെസ്റ്റ് ഇൻ സുനാമി പ്രിപ്പയർഡ്നെസ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 2015 മുതൽ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നവംബർ 5 ലോക സുനാമി ബോധവൽക്കരണ ദിനമായി ആചരിച്ചു വരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് കേരളത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ ഇന്നുകൂടി അവസരം. സമഗ്ര ശിക്ഷ കേരളത്തിനും സംസ്ഥാന സർക്കാരിനും ആദ്യ ഗഡു കേന്ദ്ര ഫണ്ട് ലഭിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. ആനന്ദ് മാതൃക ക്ഷീര സഹകരണ സംഘങ്ങളുടെ പുതിയ നിയമാവലി മന്ത്രി ജെ ചിഞ്ചുറാണി ഇന്ന് പ്രകാശനം ചെയ്യും. തിരുവനന്തപുരത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. ജാഗ്രത ശക്തം. ICC പെരുമാറ്റച്ചട്ടം ലംഘിച്ച പാകിസ്ഥാൻ പേസർ ഹാരിസ് റൌഫിനെ 2 മത്സരങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.